ചില നിമിഷങ്ങളുണ്ട് നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നമ്മുടെ ജീവിതം മറ്റൊരാളിലേക്ക് പറിച്ചു നടപ്പെടുന്ന നിമിഷങ്ങൾ. അങ്ങനെയൊരു കഥയാണ് ഇനി പറയുന്നത്. ഒരു സാധാരണ പെൺകുട്ടിയുടെ ജീവിതം എപ്പോഴാണ് ഒരു തിരക്കഥ പോലെ മാറിമറിയുന്നത്? ചിലപ്പോൾ ഒരു ഞായറാഴ്ച രാവിലെയാകാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി എത്തുന്ന ഒരു ഫോൺ കോളിലൂടെയാകാം. ഇവിടെ നൂറ എന്ന വിദ്യാർത്ഥിനിയുടെ ജീവിതം മാറ്റിമറിച്ചത് ഒരു പെണ്ണുകാണൽ ചടങ്ങായിരുന്നു. +2 കഴിഞ്ഞ് ഡിസൈനിംഗ് പഠിക്കുന്ന നൂറയ്ക്ക് ഭാവിയെക്കുറിച്ച് വ്യക്തമായ ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു. കൂട്ടുകാരികളുടെ കല്യാണം കൂടുമ്പോൾ തന്റേതും വൈകാതെ ഉണ്ടാകുമെന്ന് അവൾ ചിന്തിച്ചിരുന്നു. എന്നാൽ അവളുടെ സ്വപ്നങ്ങളിലെ വരൻ ഒരു ഉസ്താദായിരുന്നില്ല. അവൾ ആഗ്രഹിച്ചത് സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതമായിരുന്നു. രാത്രികളിൽ ബൈക്കിൽ റൈഡ് പോകണം, കൈപിടിച്ച് ബീച്ചിലൂടെ നടക്കണം, വഴിയോര കച്ചവടക്കാരിൽ നിന്ന് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കഴിക്കണം. അതൊക്കെയായിരുന്നു അവളുടെ ആഗ്രഹങ്ങൾ. എന്നാൽ ആ ഞായറാഴ്ച രാവിലെ ഉമ്മ അവളെ തട്ടിവിളിച്ചപ്പോൾ ആ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതാകുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ഉറക്കച്ചടവോടെ അവൾ എഴുന്നേറ്റത് തനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്ന കടുത്ത വാശിയിലായിരുന്നു. എന്നാൽ മുറ്റത്ത് വന്നു നിന്ന കാർ അവളുടെ വിധി നിർണയിക്കാൻ വന്നതായിരുന്നു. ഒരു വെള്ള ടവൽ കെട്ടിയ ആൾ ആദ്യമിറങ്ങി വാപ്പാനോട് സലാം പറയുന്നത് കണ്ടപ്പോൾ അവൾ അയാളെ മനസ്സിൽ പ്രാകി. ബ്രോക്കർമാർക്ക് കുട്ടികളെ കെട്ടിക്കാൻ എന്താണിത്ര തിരക്ക് എന്നവൾ ചിന്തിച്ചു. ഹാളിലേക്ക് ചായയുമായി ചെന്ന അവളുടെ മുന്നിൽ കണ്ട കാഴ്ച അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകളഞ്ഞു. 3 തൂവെള്ളധാരികൾ. അതിലൊരാളാണ് തന്റെ പുയ്യാപ്പിളയെന്ന് ആ ടവലുകാരൻ പറഞ്ഞപ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അതൊരു മൗലിയാരാണെന്ന് അവൾക്ക് മനസ്സിലായി. അവിടെ നിന്നും തിരിഞ്ഞു നടക്കുമ്പോൾ അവൾ ഉറപ്പിച്ചിരുന്നു, ഈ കല്യാണത്തിന് താൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന്. ഒരു പെൺകുട്ടിക്ക് അവളുടെ വീടിനുള്ളിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ നിസ്സഹായത എന്താണ്? താൻ കേൾക്കപ്പെടുന്നില്ല എന്ന തോന്നൽ. ഈ നാട്ടിൽ എത്രയോ നല്ല ചുള്ളൻ ചെക്കന്മാരുണ്ട്, എന്നിട്ടും എന്തിനാണ് തന്നെ ഒരു ഉസ്താദിന് തന്നെ കെട്ടിച്ചു കൊടുക്കുന്നത് എന്നവൾ ഉമ്മയോട് ചോദിച്ചു. എന്നാൽ വാപ്പയുടെ തീരുമാനത്തിനു മുന്നിൽ അവളുടെ കണ്ണുനീരിന് സ്ഥാനമുണ്ടായിരുന്നില്ല. വാപ്പയുടെ വാദങ്ങൾ വൈകാരികമായിരുന്നു. തനിക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണെന്നും മരണശേഷം തനിക്കുവേണ്ടി കബറിങ്കിൽ വന്ന് റബ്ബിനോട് ദുആ ചെയ്യാൻ ഒരാൺകുട്ടിയില്ലാത്തതുകൊണ്ട് ഒരു മൗലവിയെ തന്നെ മരുമകനായി വേണമെന്നും വാപ്പ തീർത്തു പറഞ്ഞു. ഒരു നല്ല ഉസ്താദ് അവളെ നന്നായി നോക്കിക്കൊള്ളുമെന്നായിരുന്നു വാപ്പയുടെ വിശ്വാസം. നിക്കാഹിന്റെ ദിവസം ഉറപ്പിച്ചുവെന്ന് ഉമ്മ വന്നു പറഞ്ഞപ്പോൾ അവൾക്ക് സങ്കടവും ദേഷ്യവും അടക്കാനായില്ല. തന്റെ നിക്കാഹിന്റെ ദിവസം തീരുമാനിക്കാൻ തനിക്കവകാശമില്ലേ എന്നവൾ ചോദിച്ചു. ഒടുവിൽ അവൾ ഒരവസാന ശ്രമം നടത്തി. നിക്കാഹ് ഉറപ്പിച്ച അയാൾക്ക് നേരിട്ട് ഫോൺ ചെയ്യുക, തനിക്കീ കയ്യാനം ഇഷ്ടമല്ല എന്നയാളോട് തന്നെ പറയുക. രാത്രിയുടെ ഇരുട്ടിൽ എല്ലാവരും ഉറങ്ങിയെന്നുറപ്പാക്കി അവൾ ആ നമ്പർ ഡയൽ ചെയ്തു. ഹൃദയം പടപടാ മിടിക്കുന്നുണ്ടായിരുന്നു. കോളുകൾ അടിച്ചു തീർന്നിട്ടും അയാൾ ഫോൺ എടുക്കാത്തത് അവളിൽ ദേഷ്യമുണ്ടാക്കി. വീണ്ടും വിളിച്ചപ്പോൾ ഗാംഭീര്യമുള്ളൊരു ശബ്ദത്തിൽ അയാൾ കോൾ എടുത്തു. ആരാണെന്ന് ചോദിച്ചപ്പോൾ നിക്കാഹ് ഉറപ്പിച്ച പെണ്ണാണ് താനെന്ന് അവൾ പറഞ്ഞു. എന്നാൽ അയാളുടെ മറുപടി അവളെ ഞെട്ടിച്ചു. നിക്കാഹിനു മുൻപ് ഫോണിൽ സംസാരിക്കുന്നത് ശരിയല്ലെന്നും പറയാനുള്ളത് നിക്കാഹ് കഴിഞ്ഞിട്ട് പറയാമെന്നും പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു. അതോടെ അവളുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ദിവസങ്ങൾ കടന്നുപോകെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഒരു ഉസ്താദിന്റെ കൂടെയുള്ള ജീവിതം എങ്ങനെയാകുമെന്ന ചിന്ത അവളെ ഭയപ്പെടുത്തി. വീട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടി വരുമോ? തന്റെ സ്വപ്നങ്ങളൊന്നും നടക്കില്ലേ? എപ്പോഴും ഹിജാബിട്ട് നടക്കേണ്ടി വരുമോ? അവളുടെ കൂട്ടുകാരികൾക്കാർക്കും ഇത്തരമൊരവസ്ഥ വന്നിട്ടില്ലല്ലോ എന്നോർത്ത് അവൾ സങ്കടപ്പെട്ടു. കല്യാണത്തലേന്ന് സനയും മറ്റു കൂട്ടുകാരികളും എത്തിയപ്പോൾ അവളോട് വിശേഷങ്ങൾ ചോദിച്ചു. എന്നാൽ അവളുടെ മുഖത്ത് സങ്കടം മാത്രമായിരുന്നു. ഇതുവരെ ഒരിഷ്ടവും തോന്നിയിട്ടില്ലാത്ത, പേരുപോലും അറിയാത്ത ഒരാളുടെ കൂടെ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. എന്നാൽ പിറ്റേന്ന് രാവിലെ വാപ്പയുടെ കണ്ണുനീരിനു മുന്നിൽ അവൾക്ക് കീഴടങ്ങേണ്ടി വന്നു. നിക്കാഹിന് സമ്മതമാണോ എന്ന് വാപ്പ ചോദിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവൾ സമ്മതം മൂളി. വാപ്പയവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ അവളുടെ ഹൃദയത്തിന് ചെറിയൊരു തണുപ്പനുഭവപ്പെട്ടു. നിക്കാഹ് കഴിഞ്ഞെന്ന വാർത്ത കേട്ടതും എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്നവൾ വീണ്ടും ചിന്തിച്ചു. പുതിയ വസ്ത്രങ്ങളും പർദ്ദയും നിക്കാബും അണിഞ്ഞ് അവൾ കാത്തിരുന്നു. അപ്പോഴാണ് വലിയൊരു ജുബ്ബയും കോട്ടും തലപ്പാവുമായി അയാൾ മുറിയിലേക്ക് വന്നത്. അയാൾ വന്നതും ആ മുറിയിലാകെ അത്തറിന്റെ ഒരു പ്രത്യേക സുഗന്ധം പടർന്നു.
ആ ഗന്ധത്തിന് എന്തോ ഒരു പ്രത്യേക ഫീലുണ്ടായിരുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അയാൾ അടുത്തെത്തി അവളുടെ വിറയ്ക്കുന്ന കൈകളെ മുറുകെ പിടിച്ചപ്പോൾ അവൾ അറിയാതെ കരഞ്ഞുപോയി. സ്വന്തം വീട്ടിൽ നിന്നും വാപ്പയുടെയും ഉമ്മയുടെയും അടുക്കൽ നിന്നും ഇറങ്ങുമ്പോൾ അവൾക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല. വണ്ടിയിലിരിക്കുമ്പോഴും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും അയാൾ അവളുടെ കൈകൾ മുറുകെ പിടിച്ചിരുന്നു. താൻ സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് എന്ന് ആ നിമിഷം അവൾക്ക് തോന്നി. വണ്ടി ചെന്ന് നിന്നത് വലിയ ആൾക്കൂട്ടങ്ങളില്ലാത്തൊരു ചെറിയ വീടിനു മുന്നിലായിരുന്നു. അവിടെ അയാളുടെ ഉമ്മയും 10ാം ക്ലാസ്സുകാരിയായ അനുജത്തി നീതുവും മാത്രമേയുണ്ടായിരുന്നുള്ളൂ. അവളുടെ മുറിയിലും ആ അത്തറിന്റെ ഗന്ധം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. മേശപ്പുറത്ത് തിളങ്ങുന്നൊരു തസ്ബീഹ് മാലയും കുറച്ച് അത്തർകുപ്പികളും അവൾ കണ്ടു. രാത്രിയായപ്പോൾ അവളുടെ ഉള്ളിൽ വീണ്ടും ഭയം നിറഞ്ഞു. ഹാളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയാൾ എപ്പോഴാണ് വരിക എന്നോർത്ത് അവളുടെ നെഞ്ചിടിച്ചു. ഭക്ഷണം കഴിക്കാനായി എല്ലാവരും ഇരുന്നപ്പോൾ സ്വന്തം പെങ്ങളോട് തമാശ പറയുകയും അടികൂടുകയും ചെയ്യുന്ന അയാളെ കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി. മുറിയിലെത്തി അവൾ കേട്ടത് ഖുർആൻ പാരായണത്തിന്റെ ശബ്ദമാണ്. അയാൾ അവിടെയുണ്ടായിരുന്നു. അവൾ അകത്തേക്ക് കയറിയതും അയാൾ വാതിൽ കുറ്റിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. വിറയ്ക്കുന്ന അവളുടെ കൈകൾ ചേർത്തുപിടിച്ച് അയാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ നിമിഷവും ആ മത്തുപിടിപ്പിക്കുന്ന അത്തറിന്റെ സുഗന്ധം അവളിലേക്ക് ഒഴുകിയെത്തി. എന്താ റബ്ബിന്റെ വിധിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾക്കീ വിവാഹത്തിന് തീരെ ഇഷ്ടമില്ലായിരുന്നുവെന്നും വാപ്പയെ പേടിച്ചാണ് സമ്മതിച്ചതെന്നും തനിക്കറിയാമെന്ന് അയാൾ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി. താനൊരു മൗലവിയാണെന്ന് കരുതി പേടിക്കേണ്ടതില്ലെന്നും അവളുടെ ഇഷ്ടങ്ങൾക്ക് താൻ ഒരിക്കലും എതിർ നിൽക്കില്ലെന്നും അയാൾ വാക്ക് നൽകി. പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന് ഖുർആൻ ഓതുന്ന അയാളെയാണ് അവൾ കണ്ടത്. പിന്നീട് അവരൊരുമിച്ച് നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവളുടെ ജീവിതത്തിൽ അങ്ങനെയൊരനുഭവം ആദ്യമായിരുന്നു. അയാളുടെ പ്രാർത്ഥനകൾ അവളുടെ മനസ്സിന് വലിയൊരു പോസിറ്റീവ് എനർജി നൽകി. അന്ന് ഉമ്മയോടും നീതുവിനോടൊപ്പം അടുക്കളയിൽ ചെലവഴിച്ച സമയം അവൾക്ക് സന്തോഷം നൽകി. അവളുടെ വീട്ടിലേക്ക് വിരുന്നിനു പോകുന്നതിനു മുമ്പ് അയാൾ അവൾക്കൊരു പുതിയ പർദ്ദയും നിക്കാബും നൽകി. അത് ധരിക്കണമെന്ന് നിർബന്ധിച്ചു. നിക്കാബ് ധരിച്ച അവളെ കണ്ണാടിക്ക് മുന്നിൽ നിർത്തി ആ കവിളുകളും നുണക്കുഴകളും തനിക്ക് മാത്രം കാണാനുള്ളതാണ് എന്നയാൾ പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ ആദ്യമായൊരു പുതിയ വികാരം ജനിച്ചു. ഉസ്താദുമാരും ഇത്രത്തോളം റൊമാന്റിക്കാകുമെന്ന് അവൾ കരുതിയിരുന്നില്ല. യാത്രക്കിടയിൽ അയാൾ വണ്ടി നിർത്തിയത് ഒരു ബീച്ചിലായിരുന്നു. അവളുടെ സ്വപ്നങ്ങളിലൊന്നായ ആ ബീച്ചിലൂടെയുള്ള നടത്തം അവളുടെ വിരലുകൾ കോർത്തുപിടിച്ച് അയാൾ യാഥാർത്ഥ്യമാക്കി. വാപ്പയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ സ്വന്തം ജീവിതത്തിലെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞു. താൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹൃദയാഘാതം വന്ന് ഉപ്പ മരിച്ച കാര്യവും ഉപ്പയുടെ ആഗ്രഹപ്രകാരം ചെറിയ പ്രായത്തിൽ തന്നെ വീട് വിട്ട് മതപഠനത്തിനു പോകേണ്ടി വന്നതും അയാൾ പറഞ്ഞു. ചോക്ലേറ്റ് ഐസ്ക്രീം കഴിച്ച് സൂര്യാസ്തമയവും കണ്ട് അവർ മടങ്ങി. വീട്ടിലെത്തിയപ്പോഴേക്കും അവൾക്ക് കഠിനമായ തലവേദന വന്നിരുന്നു. മുഖത്തെ നീരു കണ്ട് അയാൾ ഭയപ്പെട്ടു. രാത്രിയിൽ മുറിയിൽ വച്ച് അയാൾ അവളുടെ തലയിൽ പതിയെ മസാജ് ചെയ്തു കൊടുത്തു. അയാളുടെ വിരലുകൾ മുടിയിഴകളിലൂടെ തലോടിയപ്പോൾ അവൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അർദ്ധരാത്രിയിൽ ഞെട്ടി ഉണർന്ന അവൾ കണ്ടത് അയാളുടെ നെഞ്ചോട് ചേർന്ന് അയാളുടെ കൈകൾക്കുള്ളിൽ സുരക്ഷിതമായി കിടക്കുന്ന തന്നെത്തന്നെയാണ്. പിറ്റേന്ന് അവളുടെ വീട്ടിലേക്ക് വിരുന്നിനു പോയപ്പോൾ എല്ലാവർക്കും അയാളെ മതിയായിരുന്നു. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ രാത്രിയിൽ മുടി ചീകിക്കൊണ്ടിരുന്ന അവളെ പിന്നിൽ വന്ന് അയാൾ നെഞ്ചോട് ചേർത്തു നിർത്തി. അപ്രതീക്ഷിതമായ ആ സ്പർശനത്തിൽ അവളുടെ ഹൃദയമിടിപ്പ് കൂടി. എന്നാൽ പിറ്റേന്ന് രാവിലെ അയാൾക്ക് മടങ്ങണമായിരുന്നു. തിരികെ പോകുന്നതിനു മുൻപ് അയാൾ അവൾക്ക് പുതിയൊരു ഫോൺ സമ്മാനിച്ചു. നെറ്റിയിലൊരു ചുംബനം നൽകി അയാൾ പടിയിറങ്ങിയപ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെട്ടു. അയാൾ പോയതിനുശേഷം ആ മുറിയിൽ അവൾ വല്ലാതെ ഒറ്റപ്പെട്ടു. ആ അത്തറിന്റെ ഗന്ധം അവിടെ അപ്പോഴും തങ്ങി നിൽപ്പുണ്ടായിരുന്നു. മേശപ്പുറത്തുണ്ടായിരുന്ന ആ തസ്ബീഹ്മാല കൈയിലെടുത്ത് നെഞ്ചോട് ചേർത്ത് അവൾ കിടന്നു. രാത്രിയിൽ അവളുടെ പുതിയ ഫോണിലേക്ക് അയാളുടെ ആദ്യത്തെ കോൾ വന്നു. തന്റെ സങ്കടം മറച്ചുവെച്ച് അവൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചെങ്കിലും പിന്നീടവർ ഏറെ നേരം സംസാരിച്ചു. ജനൽ ഉടന്നിട്ടാൽ ജിന്നുകൾ വരുമെന്നു പറഞ്ഞ് അവളെ പേടിപ്പിക്കാനും അയാൾ മറന്നില്ല. അയാളില്ലാത്ത ആ രാത്രികളിൽ ആ തസ്ബീഹുമാല കഴുത്തിലിട്ടാണ് അവൾ ഉറങ്ങിയിരുന്നത്. ഒരാഴ്ചയ്ക്കു ശേഷം അയാൾ മടങ്ങുന്ന ദിവസം വീടാകെ സന്തോഷത്തിലായിരുന്നു. രാത്രിയായപ്പോൾ അയാൾ മുറിയിൽ വന്ന് എന്തോ തിരയുന്നത് അവൾ കണ്ടു. തന്റെ തസ്ബീഹുമാല എവിടെയെന്ന് അയാൾ ചോദിച്ചപ്പോൾ അവൾ നാണത്തോടെ അത് കഴുത്തിൽ നിന്നും ഊരി നൽകി.
അത് കണ്ട അയാൾ അവളെ വീണ്ടും നെഞ്ചോട് ചേർത്തു നിർത്തി. ആ സുപരിചിതമായ അത്തറിന്റെ ഗന്ധം അവൾ വീണ്ടും ശ്വസിച്ചു. അയാൾ അവളുടെ നെറുകയിൽ ചുംബിച്ചപ്പോൾ ആദ്യമായി അവൾ തന്റെ കൈകൾ കൊണ്ട് അയാളെ കെട്ടിപ്പിടിച്ചു. തന്റെ മുൻവിധികളെല്ലാം തെറ്റായിരുന്നെന്നും ഒരു മൗലവിയെ താൻ എത്രത്തോളം തെറ്റിദ്ധരിച്ചിരുന്നു എന്നും അവൾ ഏറ്റുപറഞ്ഞു. തന്റെ ആഗ്രഹങ്ങൾക്ക് വിലയുണ്ടാകില്ലെന്ന് കരുതിയ തനിക്ക് ഇത്രത്തോളം സ്നേഹവും കരുതലും നൽകിയ അയാളെ മനസ്സിലാക്കാൻ വൈകിയതിൽ അവൾ മാപ്പു ചോദിച്ചു. അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ആ ഉണ്ടക്കണ്ണുകൾ എപ്പോഴും തിളങ്ങി നിൽക്കണമെന്ന് പറഞ്ഞ് അയാൾ അവളുടെ നെറ്റിയിലും കണ്ണുകളിലും ചുംബിച്ചു. അവളുടെ ഭയങ്ങളെല്ലാം അകന്നിരുന്നു. ആ രാത്രി അവർ അവരുടേതായ പുതിയൊരു ലോകത്തേക്ക് പതുക്കെ നടന്നു കയറുകയായിരുന്നു. അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലെ സത്യങ്ങൾ നമ്മൾ കാണുന്നതിലും എത്രയോ മനോഹരമാണ്. മുൻവിധികൾ അവസാനിക്കുന്നിടക്കാണ് ഏറ്റവും മനോഹരമായ പ്രണയങ്ങൾ ജനിക്കുന്നത്.